മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 16 തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ. ഒന്നാം വായന യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്റെ 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, മാർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആന്തരികമായ ഒരു ജ്ഞാനം നമുക്ക് വേണമെന്ന്. ജ്ഞാനം കുറവുള്ളവൻ, ജ്ഞാനദൃഷ്ടി കുറവുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കേണ്ടത്. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യമാണെന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ഇന്നത്തെ ലേഖനത്തിൽ 1-ാമത്തെ വായനയിൽ 1 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യമാണ് എന്ന്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത വിഷമിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? 1-ാം വായന പറയണത്, നീ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാം. സംശയിക്കരുത്. സംശയിച്ചാൽ നിന്റെ വിശ്വാസം അത് കാറ്റിൽ ഇളകുന്ന കടൽ തിര പോലെ ആയിത്തീരുമെന്ന്. സ്വർണം ഉലയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ തിളക്കമുള്ളതുപോലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ സ്ഥിരതയുള്ളതായി തീരുമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് 1-ാമത്തെ വായന. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫരീസയർ വന്നുകൊണ്ട് യേശുവിനോട് വീണ്ടും അടയാളം ചോദിക്കണം. ഈശോ പറയുന്നത് എന്തടയാളമാണ്? ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചു. രോഗികളെ സുഖപ്പെടുത്തി, കുരുട അവർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, അവരുടെ അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുക്കുന്നു. ഇതിനപ്പുറമായിട്ട് എന്ത് അടയാളമാണ് ഇനി കൊടുക്കേണ്ടത്? യേശു ദൈവമാണെന്ന് അറിയുക. അതാണ് നിത്യജീവൻ. യേശു ദൈവമാണെന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ അവിശ്വാസം. യേശു ഇത്രയൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും അവിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. യേശുവിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഒത്തിരി അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ? അതെല്ലാം കണ്ടു അവർ. ഇതെല്ലാം കണ്ടു, അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായിരുന്നു അവർ. എന്നിട്ടാണ് വീണ്ടും വന്നുകൊണ്ട് ഈശോയോട് നീ അടയാളം ചോദിക്കുന്നത്. നമ്മൾ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയല്ലേ? കർത്താവ് മോശയോട് പറയണം, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കുമെന്ന്. അന്ന് പിതാവായ ദൈവം മോശയോട് ജനത്തിന്റെ അവിശ്വാസങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ സങ്കടമാണ്. ഒരു ദൈവ പൈതൽ ദൈവത്തെ വിശ്വസിക്കാതെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് ദൈവത്തിന്റെ സങ്കടമാണ്. മോശയോട് ദൈവം തന്റെ സങ്കടം പറയാണ്. എത്രത്തോളം ഞാൻ ഈ ജനത്തിന്റെ മുമ്പിൽ എത്ര അടയാളങ്ങൾ ഞാൻ കണ്ടിട്ടും ഇവരെന്താ ഇങ്ങനെ വിശ്വസിക്കാതെ പോകുന്നതെന്ന. സ്നേഹമുള്ളവരെ, ഇന്നേ ദിനത്തിൽ സ്വർഗം നമ്മളോടൊന്നേ പറയുന്നുള്ളൂ, കാറ്റിൽ ഉലയുന്ന തിരമാലകൾ പോലെ, കാറ്റത്തുലയുന്ന തിരമാലകൾ പോലെ ആകരുത് നിന്റെ വിശ്വാസം. സ്ഥിരതയോടുകൂടെ നീ പ്രാർത്ഥിക്കണം. യേശു ദൈവമാണെന്ന് അറിയുക. അതാണ് നിത്യജീവനെന്ന് ഇന്ന് നമ്മളെ വചനം പഠിപ്പിക്കുമ്പോൾ ആ വലിയ അനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.